വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മാതാപിതാക്കളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം, ഭാര്യസന്താനങ്ങളോടൊപ്പം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സവിധത്തിൽ ഒരുമിച്ചുകൂടാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഈ പ്രപഞ്ചത്തിൽ സമാധാനവും നിർഭയത്വവും സാഹോദര്യവും സമത്വവും നീതിയും പുലരാൻ വേണ്ടിയുള്ളതാണ്. അള്ളാഹുവിൻ്റെ ദീനിലെ ഓരോ വിധിവിലക്കുകളുടെയും പിറകിലുള്ള ലക്ഷ്യം അതാണ്. ഈ പ്രപഞ്ചത്തിൽ സമാധാനമുണ്ടാവണം, നീതി ഉണ്ടാവണം, സാഹോദര്യമുണ്ടാവണം, നിർഭയത്വമുണ്ടാവണം. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തുകളിലേക്ക് പോയി. കഴിഞ്ഞ ആഴ്ചകളിൽ ഇലക്ഷൻ്റെ തിരക്കുകളിൽ സ്ഥാനാർത്ഥികളെല്ലാം നമ്മളോട് പറഞ്ഞൊരു വസ്തുത, വികസന തുടർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യേ എന്നാണ്. വികസനം നടക്കാത്ത നമ്മുടെ പഞ്ചായത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യേ എന്നും പറഞ്ഞു. വികസനമായിരുന്നു സ്ഥാനാർത്ഥികളെല്ലാം നമ്മളോട് പ്രഖ്യാപിച്ച വസ്തുത. ഞങ്ങൾ വന്നാൽ വികസനം കൊണ്ടുവരും. വികസനം നടത്തുന്നവൾ ബാലറ്റ് പേപ്പറിൽ മൂന്നാമതായുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാൻ നമ്മളോട് പറഞ്ഞു. നമ്മൾ ക്ലിക്ക് ചെയ്തു. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ ഇലക്ഷന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. നിയമസഭാ ഇലക്ഷൻ വന്നു കഴിഞ്ഞാലും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾ വന്നാൽ വികസന തുടർച്ചയുണ്ടാവും എന്ന് വാഗ്ദാനം പറയും. ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ പോലെയാവില്ല, അവരുടെ ഭരണം വികസന മുരടിപ്പാണ്, ഞങ്ങൾ വന്നാൽ വികസനം കൈവരിക്കും എന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്യും. നമ്മൾ ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു വസ്തുത, ഒരു നാടിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനം വികസനമാണോ? ഒരുപാട് റോഡുകളും പാലങ്ങളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും ബിൽഡിങ്ങുകളും മറ്റ് സംവിധാനങ്ങളൊക്കെ വികസിച്ചാൽ ഒരു നാട് പുരോഗതി കൈവരിക്കും എന്നാണോ നമ്മൾ തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നത്? അങ്ങനെയെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വികസന നായകന്മാരായിരിക്കും ഹിറ്റ്ലറും മുസോളിനിയൊക്കെ. ലോകം കണ്ട ഏറ്റവും വലിയ ഫാഷിസ്റ്റുകളും നാസിസ്റ്റുകളായിരുന്നു അവർ. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരരായിട്ടുള്ള ഭരണാധികാരികൾ. അവരവരുടെ നാട്ടിൽ വലിയ വികസനമായിരുന്നു. ഹിറ്റ്ലർ ജർമ്മനിയിൽ വലിയ വികസനമായിരുന്നു. മുസോളിനി ഇറ്റലിയിൽ വലിയ വികസനമായിരുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെ അളക്കേണ്ടത് ആ രാജ്യത്ത് നടക്കുന്ന, ആ പ്രദേശത്ത് നടക്കുന്ന കേവലമായിട്ടുള്ള ഭൗതികമായ വികസനത്തിൻ്റെ പേരിലല്ല ഒരു നാട് പുരോഗതി കൈവരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഒരു നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ, ഒരു നാട്ടിലെ രാഷ്ട്രീയക്കാർ, ഒരു നാട്ടിലെ ഭരണകൂടം, ഒരു നാട്ടിലെ ഗവൺമെൻറ് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് പാലങ്ങളും റോഡുകളും ഉണ്ടാക്കുക എന്നുള്ള വികസന പ്രവർത്തനത്തിന് പുറമെയായിട്ട് ഒരു നാടിൽ നീതി നടപ്പിലാവുന്നുണ്ടോ എന്ന് ഗവൺമെൻറ് പരിശോധിക്കണം. നാട്ടിൽ ജനങ്ങൾക്ക് നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഗവൺമെൻറ്റുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു നാട്ടിൽ ജനങ്ങൾക്കിടയിൽ സമത്വത്തോടുകൂടി വർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഗവൺമെൻറ്റുകൾ പരിശോധിക്കേണ്ടതുണ്ട്. അതാണ് ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ പുരോഗതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചു തരുന്നത്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബാലയത്തിൻ്റെ ചാരത്ത് വിശ്രമിക്കുകയാണ്. മക്ക കാലഘട്ടത്തിലായിരുന്നു അത്. മക്കയിൽ അന്ന് മുസ്ലിം സഹാബാക്കൾ കഠിനമായിട്ട് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ദിനരാത്രികളായിരുന്നു അത്. നബിതങ്ങളുടെ അടുക്കൽ ഖബാബുനാറത്തും അമ്മാറുബിന് യാസറും ബിലാലുബിന് റബാഹിനെ പോലുള്ള സാധുക്കളായ സഹാബാക്കൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ തസ്തൻസിറുലന അലാ തദഊലന,
അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ മക്കയിലെ മുഷ്രിക്കീങ്ങൾ കാരണമായിട്ട് കഠിനമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവോട് തങ്ങൾ ദ്വാരക്കുന്നില്ലേ എന്ന് ഖബാബിനാറത്തും ബിലാലുബിൻ റബാഹും അമ്മാറുബിൻ യാസറിനെ പോലുള്ള അടിമകളായ സാധുക്കളായ സഹാബാക്കൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അവരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി, അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലയുതിമ്മന്ന ഹാദദ്ദീൻ വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംർ ഹത്താ യസീറ الراكب من صنعاء الى حضرموت لا يخاف احدا الا الله والغنم والذئب على غنمه. തന്റെ അടുക്കൽ വന്ന് വിഷമം പറയുന്ന സഹാബാക്കളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഇസ്ലാം വിജയിക്കുന്ന ഒരു കാലം വരും. ഈ ഇസ്ലാം അറേബ്യയുടെ എന്ന് മാത്രമല്ല ഭൂഗോളത്തിന്റെ മുഖമൂലകളിൽ ഇസ്ലാം വ്യാപിക്കുന്ന ഒരു കാലം വരും. ആ കാലത്തിന്റെ അടയാളമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? അതെന്താണ്? അതൊരുപാട് നിസ്കാരക്കാരുണ്ടാവുന്നല്ല, ഒരുപാട് നോമ്പുകാരുണ്ടാവുന്നല്ല നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ദീൻ വിജയിക്കുന്നതിന്റെ അടയാളം സനആ മുതൽ ഹളറമൗത്ത് വരെ ഒരു മനുഷ്യന് തന്റെ ആടിനെ വേട്ടയാടി പിടിക്കാൻ ശ്രമിക്കുന്ന ചെന്നായല്ലാതെ വേറെ ആരെയും ഭയപ്പെടാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന നിർഭയത്വം ഈ ലോകത്ത് പുലരും. അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ലോകത്ത് നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളതാണ്. ലോകത്ത് സമാധാനം ഉണ്ടാകുക, നിർഭയത്വത്തോടുകൂടി മനുഷ്യന്മാർക്ക് ജീവിക്കാൻ സാധിക്കുക. മറ്റൊരിക്കൽ മദീന കാലഘട്ടത്തിലും ഇതുപോലൊരു സംഭവം സംഭവിച്ചു. മദീനയിൽ സഹാബാക്കളൊക്കെ വലിയ പ്രയാസത്തിൽ കഷ്ടതയിൽ ജീവിക്കുകയാണ്. നബിതങ്ങളും സഹാബാക്കളൊക്കെ കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് ഒരു സാധുവായ മനുഷ്യൻ വന്നിട്ട് അദ്ദേഹത്തെ ദാരിദ്ര്യത്തെ പറ്റി പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതിന് ശേഷം വേറൊരു സഹാബി വന്നിട്ടും ഇതുപോലെ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളെക്കുറിച്ചും സമ്പത്തും ഭക്ഷണമൊന്നും ഇല്ലാത്തതിന്റെ വിഷമത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. സഹാബാക്കൾ എടുത്തു നിൽക്കുന്നുണ്ട്. ആ സാധുവായ മനുഷ്യൻ പോയതിനു ശേഷം സഹാബാത്തുൽ കിറാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാശ്വസിപ്പിക്കാൻ വേണ്ടി അവരോട് ചോദിച്ചു, നിങ്ങൾ ഹീറ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഹീറ അന്ന് പേർഷ്യയിലെ വലിയ പട്ടണമാണ്, വെള്ളക്കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയ കിസ്റ രാജാവിന്റെ വലിയ പട്ടണം. അവര് പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം വരും നിങ്ങൾ പേർഷ്യയുടെ വെള്ളക്കൊട്ടാരങ്ങളിലെ ഹീറ നിങ്ങൾ കീഴടക്കുമെന്ന് പറഞ്ഞു. അവരോട് ചോദിച്ചു, നിങ്ങൾ ഈജിപ്തും ഷാമും കണ്ടിട്ടുണ്ടോ? കൈസർ രാജാവിന്റെ കോട്ടകൊത്തളങ്ങൾ കണ്ടിട്ടുണ്ടോ? സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട് യാ റസൂലുള്ളാഹ്. നബി തങ്ങൾ പറഞ്ഞു, ആ കോട്ടകൊത്തളങ്ങൾ നിങ്ങളുടെ അധികാരത്തിൽ വരുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞതിന് ശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം വരും, അല്പകാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഹത്താ തസീറൽ റഈന, ഒരു പെണ്ണ്, ഒരു യുവതി ഷാം നാട്ടിൽ നിന്ന്, സിറിയയിൽ നിന്ന് അവൾ യാത്ര പുറപ്പെടും. ഹത്താ തതൂഫൽ കഅബ, അവൾ ഒറ്റക്ക് സിറിയയിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ മക്കയിലുള്ള കഅബാലയത്തിൽ വന്ന് തവാഫ് ചെയ്ത് അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും ഭയപ്പെടാതെ തിരിച്ച് ഒറ്റക്ക് യാത്ര ചെയ്ത് പോകുന്ന ഒരു കാലം നിങ്ങൾ വരും. അന്ന് ഇസ്ലാം ലോകത്ത് വിജയിച്ചൊരു കാലഘട്ടമായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇസ്ലാമിന്റെ വിജയത്തിന്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഇസ്ലാം ലോകത്ത് നടപ്പിലാക്കുന്ന വിപ്ലവത്തിന്റെ തെളിവായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു പെണ്ണിന് സിറിയയിൽ നിന്ന് മക്ക വരെ, സൗദി അറേബ്യ വരെ ഒറ്റക്ക് പാതിരാവിൽ അക്കാലഘട്ടത്തിൽ കൊള്ളക്കാരെയോ പിടിച്ചു പറിക്കാരെയോ പീഡകരെയോ ഒന്നും ഭയപ്പെടാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന സ്ത്രീ സുരക്ഷിതത്വം നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ നമ്മുടെ നാട് എത്ര അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ, നമ്മുടെ റോഡുകൾ എത്ര നന്നായാലും, നമ്മുടെ പാലങ്ങൾ എത്ര നന്നായാലും, നമ്മുടെ മറ്റ് സംവിധാനങ്ങൾ എത്ര നന്നായിട്ടും ഒരു കാര്യമില്ല, നമ്മുടെ നാട്ടിൽ നിർഭയത്വമില്ലെങ്കിൽ, നമ്മുടെ നാട്ടിൽ സ്ത്രീ സുരക്ഷിതയില്ലെങ്കിൽ. നമ്മുടെ കേരളം ഇന്ത്യയിലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ലിറ്ററസി, ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള നാടാണ് നമ്മുടെ കേരളം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ആതുര സേവന മേഖലയിലുള്ള ആശുപത്രികളുള്ള സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വമുള്ള സ്റ്റേറ്റ് ആയിട്ടാണ് കേരളത്തെ കണക്കാക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള നാടായിട്ടാണ് കേരളത്തെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച വന്നൊരു വിധിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ വിധിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഏതടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുക കേരളത്തിൽ ഒരു പെൺകുട്ടിക്ക് നിർഭയത്വത്തോടുകൂടി പാതിരാവിൽ നടക്കാൻ സാധിക്കും എന്നെങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക? വളരെ ഖേദകരമായ രീതിയിലാണ്, വളരെ ദുഃഖകരമായ രീതിയിലാണ് നമുക്ക് ആ വിധിയെ കേൾക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു കവിയുടെ ഒരു കവിത വായിച്ചു.
ആ കവിത കേട്ടാൽ നമ്മൾ കേട്ട കഴിഞ്ഞ ആഴ്ചയിലെ ആ വിധിയിലുള്ള മണ്ടത്തരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ കവിതയുടെ ഏകദേശ രൂപം എങ്ങനെയാണ്? ബസ് സ്റ്റോപ്പിൽ ഭംഗിയുള്ള ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു പൂവാലൻ വന്നു. അവൾ വഴങ്ങുന്നില്ല എന്ന് തോന്നിയപ്പോൾ പൂവാലൻ ഒരു കല്ലെടുത്തു ആ പെൺകുട്ടിയെ എറിഞ്ഞു. ആ പെൺകുട്ടിയുടെ നെറ്റിത്തടം പൊട്ടി ചോര വാർന്നൊഴുകി. അവൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പോലീസ് കല്ലിനെ അറസ്റ്റ് ചെയ്തു. കല്ലിനെ കെട്ടിത്തൂക്കി, കല്ലിനെ തൂക്കിക്കൊന്നു. ഇതായിരുന്നു ആ കവിത. ആ കവിതക്ക് തത്തുല്യമായ രീതിയിലുള്ള ഒരു വിധിയായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മുടെ പത്രമാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നത് എന്ന് നമുക്കൊക്കെ ബോധ്യമുള്ള ഒരു വസ്തുതയാണ്. നമ്മുടെ എല്ലാം നാട്ടിലെ നീതിന്യായ കോടതികളിൽ ഒരു 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 നീതി ദേവതയുടെ ഒരു രൂപമുണ്ട്, ഒരു രൂപം. ആ നീതി ദേവത ഒരു പെൺകുട്ടിയുടെ രൂപമാണ്. പിച്ചളയിലും ചെമ്പിലൊക്കെ ഉണ്ടാക്കിയ രൂപം. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു തുലാസ് ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ആ നീതി ദേവതയുടെ കണ്ണിൽ ഒരു കറുത്ത റിബൺ ഉപയോഗിച്ചുകൊണ്ട് കെട്ടുമായിരുന്നു, അല്ലെങ്കിൽ കണ്ണടച്ചിട്ടായിരുന്നു ആ നീതി ദേവതയുടെ രൂപമുണ്ടായിരുന്നത്. അതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം ആളുകളുടെ മുഖം നോക്കാതെ, ആണാണോ പെണ്ണാണോ നോക്കാതെ, ജാതി മതവർഗം ഒന്നും നോക്കാതെ ആർക്കെതിരിലും ഈ തുലാസ് ഉപയോഗിച്ചുകൊണ്ട് നീതി നടപ്പിലാക്കും എന്നുള്ളതിൻ്റെ സിമ്പലായിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ കോടതികളിൽ അത്തരം ഒരു നീതി ദേവതയുടെ രൂപം വെക്കാറുണ്ടായിരുന്നത്. പിന്നീട് ഈ അടുത്ത കാലഘട്ടത്തിൽ ആ കറുത്ത റിബൺ എടുത്ത് മാറ്റി. കറുത്ത റിബൺ എടുത്ത് മാറ്റിയതിന്റെ പിറകിൽ കാരണമായി പറഞ്ഞത് നീതി നടപ്പിലാക്കാൻ വേണ്ടി തുറന്നു നിൽക്കുന്ന നീതി ദേവതകളാണ് നമ്മുടെ കോടതികൾ ഉള്ളത് എന്നായിരുന്നു ആ രൂപത്തിൽ മാറ്റം വരുത്തിയതിനു ശേഷം ഭരണകൂടങ്ങളിൽ നിന്ന് പറഞ്ഞത്. ശരിക്കും അടിസ്ഥാനപരമായി പറയാനുള്ളത്, ആ നീതി ദേവതയുടെ രൂപം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അതിദാരുണമായിട്ടുള്ള അതിഖേദകരമായിട്ടുള്ള വിധിന്യായങ്ങളാണ് നമ്മുടെ കോടതികളിൽ നിന്ന് വരുന്നത് എന്ന് നമ്മൾ അത്ഭുതകരമായിട്ട് നോക്കി നിൽക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ തന്നെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു വസ്തുത, കേരളത്തിലെ തന്നെ ഇത്രയും പ്രമാദമായൊരു കേസ്, ഇത്രയും വാർത്ത ചെയ്യപ്പെട്ടൊരു കേസ് നടന്നതിന്റെ ഫസ്റ്റ് ദിവസത്തിൽ തന്നെ ആദ്യ കുറ്റവാളിയെ പിടികൂടപ്പെട്ടൊരു കേസ്. ആ പെൺകുട്ടി നേരിട്ട് തന്നെ കേരളത്തിലെ IG-യുടെ മുമ്പിൽ, കേരളത്തിലെ DGP-യുടെ മുമ്പിൽ, സ്ഥലം MLA-യുടെ മുമ്പിൽ കേസ് നടന്ന ദിവസം തന്നെ താൻ അനുഭവിച്ച പീഡനത്തെ തുറന്നു പറഞ്ഞൊരു കേസ്. 9 വർഷങ്ങൾക്ക് ശേഷം വന്ന വിധി അത്രയും അനീതിപൂർവമായിട്ടുള്ള ഒരു വിധിയാണെങ്കിൽ, കേരളത്തിൽ ഇത്രത്തോളം അറിയപ്പെട്ടൊരു സെലിബ്രിറ്റിക്ക് പോലും നീതി പീഡകങ്ങളിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെങ്കിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിക്ക് എങ്ങനെയായിരിക്കും അവൾ അനുഭവിക്കുന്ന പീഡനങ്ങളിൽ നീതി നമ്മുടെ നാടിൽ നേടിയെടുക്കാൻ സാധിക്കുക എന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഞാൻ ഖുത്ബയുടെ പ്രാരംഭത്തിൽ പറഞ്ഞു, ഇസ്ലാമിന്റെ ലക്ഷ്യം നാട്ടിൽ നിർഭയത്വം ഉണ്ടാവുക എന്നാണ്. നിർഭയത്വം എന്നുള്ള പദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് 2012 നടന്ന ഒരു സംഭവം ഓർമ്മയുണ്ടാവും. 2012 ഫെബ്രുവരി 12 ഇന്ത്യയിലെ തന്നെ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് നടന്നു. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ വെറും 18 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ 6 ചെറുപ്പക്കാർ കൂടിയിട്ട് ബ്രൂട്ടലി ആയിട്ട് റാപ്പ് ചെയ്തു. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ആ പെൺകുട്ടിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. 2 ആഴ്ചക്കാലം ജീവനോട് മല്ലിട്ടിട്ട് ആ പെൺകുട്ടി മരണപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും പ്രമാദമായ നിർഭയ കേസ് എന്ന ആ കേസ് അറിയപ്പെട്ടു. ആ കേസിന് ശേഷം ഇന്ത്യയിലെ പീനൽ കോഡുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിലെ ക്രൈം നിയമങ്ങളുമായി ബന്ധപ്പെട്ട്, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, പോസ്കോ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റം ഭേദഗതികൾ തന്നെ വരുത്തിയിട്ടുള്ള അത്രയും പ്രമാദമായൊരു കേസാണ് നിർഭയ കേസ്. പക്ഷേ അതിൻ്റെ ഉള്ളറകളിൽ ഒളിഞ്ഞുകിടക്കുന്ന മണ്ടത്തരങ്ങളെ കുറിച്ച്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എത്ര ബലഹീനമാണ് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. 6 ചെറുപ്പക്കാർ കൂടിയിട്ടായിരുന്നു ആ പെൺകുട്ടിയെ ബ്രൂട്ടലി ആയിട്ട് റാപ്പ് ചെയ്തത്. അതിൽ 5 പേർക്ക് മാത്രമാണ് ശിക്ഷ ലഭിച്ചത്. ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം കേവലം 3 മാസക്കാലം ജുവനൈൽ ഹോമിൽ കിടന്ന് ഇന്നും അദ്ദേഹം ഇന്ത്യയിൽ എവിടെയോ ജീവിക്കുന്നുണ്ട്. ആ ചെറുപ്പക്കാരന്റെ ഐഡന്റിറ്റി ഇന്ത്യയുടെ ഗവൺമെന്റ്, ഇന്ത്യൻ ജുഡീഷ്യറി പുറത്തുവിട്ടിട്ടില്ല. ആ ചെറുപ്പക്കാരനെ വെറുതെ വിടാൻ കോടതി പറഞ്ഞ ന്യായം, ആ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ മൈനർ ആയിരുന്നു. 17 വയസ്സ് മാത്രമാണ് എന്താണ് ഇന്ത്യയുടെ നീതിന്യായ കോടതി പറഞ്ഞത്. ഇസ്ലാമിക ശിക്ഷാ നിയമപ്രകാരം ഒരാൾക്കെതിരെ ശിക്ഷാ നടപടി എടുക്കണമെങ്കിൽ അയാൾക്ക് വിവേകം ഉണ്ടായാൽ മാത്രം മതി. ഈ ചെറുപ്പക്കാരൻ 17 വയസ്സുള്ള സമയത്ത് വിവേകമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. 18 വയസ്സാണ് ഇന്ത്യയിൽ
പ്രായപൂർത്തിയുടെ പ്രായമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്? ഏതടിസ്ഥാനത്തിലാണ്, ഏത് ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിയമം വെച്ചിരിക്കുന്നത്? അടിസ്ഥാനപരമായ വസ്തുത, നമ്മുടെ നിയമവ്യവസ്ഥ തന്നെ ബലഹീനമാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമങ്ങൾ തന്നെ മണ്ടത്തരമുള്ളതാണ് ഏറ്റവും പ്രധാനമായ വസ്തുത. കാരണം ആ കേസിന്റെ ചാർജ് ഷീറ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത 6 പേരിൽ ആ പെൺകുട്ടിയെ ഏറ്റവും ബ്രൂട്ടലി ആയിട്ട് റേപ്പ് ചെയ്തത് 17 വയസ്സ് മാത്രമുള്ള ആ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ ഇന്നും ഇന്ത്യയിൽ എവിടെയോ ജീവിക്കുന്നുണ്ട്. റേപ്പ് ചെയ്തു എന്ന് മാത്രമല്ല, ആ ബസ്സിനകത്ത് നിൽക്കുന്ന ഒരു ഇരുമ്പിന്റെ ദണ്ട് ആ പെൺകുട്ടിയുടെ ഗുഹ്യഭാഗത്തിലൂടെ കുത്തിക്കയറ്റി ആ പെൺകുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ നശിച്ചു പോകുന്ന രീതിയിൽ, വായിൽ കൂടി ചോര ചുപ്പുന്ന രീതിയിൽ ആ പെൺകുട്ടിയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച ചെറുപ്പക്കാരൻ ഇന്നും സ്വതന്ത്രനായി ജീവിക്കുന്നു എന്നിടത്താണ് നമ്മൾ സംവിധാനിച്ചു വെച്ചിരിക്കുന്ന നിയമങ്ങൾ, നിയമവ്യവസ്ഥ എത്രത്തോളം ബലഹീനമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2012 നടന്ന ആ കുറ്റകൃത്യത്തിന് ശിക്ഷ വിധിക്കപ്പെട്ടത് 2020. 8 വർഷക്കാലം എടുക്കേണ്ടി വന്നു ഇന്ത്യയിൽ തന്നെ ഇത്രത്തോളം പ്രമാദമായ ഒരു കേസിന് വിധി വരാൻ. അന്ന് കേസിന്റെ വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മുടെ നീതിന്യായ കോടതി മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ഭേദഗതി ഉണ്ടായിരുന്നു. അത് ഇന്ത്യയിൽ ഇനി അതിവേഗ കോടതികൾ ഉണ്ടാകണം, ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് നടപടിക്രമങ്ങൾ ഉണ്ടാകണം, പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നടപടി സ്വീകരിക്കണം എന്നൊരു ഭേദഗതി, എന്നൊരു പ്രധാനപ്പെട്ട വാദം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തിലുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, 2017 നടന്നൊരു കുറ്റകൃത്യം കേരളത്തിൽ ഇത്രത്തോളം പ്രമാദമായ ഒരു കുറ്റകൃത്യത്തിന് വിധി വരുന്നത് 9 വർഷക്കാലങ്ങൾക്ക് ശേഷമാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ എത്രത്തോളം ബലഹീനമാണ് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം എന്ന് നമ്മൾ തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരു കുറ്റകൃത്യം നടക്കുന്നു, കുറ്റകൃത്യം നടന്ന ദിവസം തന്നെ പീഡിപ്പിക്ക പെൺകുട്ടി പരാതിപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഫസ്റ്റ് കുറ്റവാളിയെ അന്നത്തെ രാത്രി തന്നെ പിടികൂടുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ കുറ്റവാളികളെയും പിടികൂടുന്നു. പക്ഷേ നീണ്ടു നിൽക്കുന്ന കോടതി വ്യവഹാരങ്ങളിൽ 9 വർഷക്കാലമെടുത്തു. എന്തിന്? അനീതി പുലരാൻ. 9 വർഷക്കാലം എടുത്തത് നീതി പുലരാനല്ല, അനീതി പുലരാനാണ്. അതിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ വസ്തുതകൾ നാം മനസ്സിലാക്കണം. എത്രത്തോളം വർഷങ്ങൾ പിന്നിടുന്നോ അത് അനുകൂലമായിട്ടുണ്ടാവുക കുറ്റവാളികൾക്കാണ്. ഒരു കുറ്റം ചെയ്ത കുറ്റവാളികൾക്ക് ദിവസം കഴിയുന്തോറും സാക്ഷികളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും, തെളിവുകൾ നശിപ്പിക്കാൻ സാധിക്കും. ഇത് തന്നെ ഒരു നിയമവ്യവസ്ഥയുടെ, ഒരു ജുഡീഷ്യൽ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ മണ്ടത്തരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ വസ്തുത, ഇന്ത്യയുടെ പീനൽ കോഡ്, ഇന്ത്യയുടെ ജുഡീഷ്യൽ വ്യവസ്ഥ തുടർന്നു പോകുന്ന ജാമ്യ വ്യവസ്ഥതയാണ്. ബെയിൽ എന്ന് പറയും. ബെയിൽ, ജാമ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്കെതിരെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അയാളെ അറസ്റ്റ് വാറന്റ് ചെയ്യുന്നു, അയാൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു, അദ്ദേഹം ജാമ്യത്തിന് അപേക്ഷിക്കുന്നു, ബെയിൽ ലഭിക്കുന്നു. ബെയിൽ ലഭിച്ചതിന് ശേഷം കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി പുറത്തു വരികയാണ്. പുറത്തു വന്ന കുറ്റാരോപിതനായ വ്യക്തി വെറുതെ ഇരിക്കുമോ? അയാൾക്കെതിരെ വിധിക്കപ്പെട്ടിരിക്കുന്ന കുറ്റത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി എന്തെല്ലാം തെളിവുകളുണ്ടോ അതെല്ലാം നന്നായി അറിയുന്നത് കുറ്റം ചെയ്ത ആളാണ്. അയാൾക്കത് നശിപ്പിക്കാൻ സാധിക്കും, സാക്ഷികളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും. ഇതുപോലെയുള്ള മറ്റൊരു വിവരക്കേടാണ് നമ്മുടെ രാജ്യത്തിനുള്ള പരോൾ വ്യവസ്ഥ. കുറ്റം ചെയ്ത് എന്ന് ഉറപ്പായതിനു ശേഷം ഒരു കുറ്റവാളിയെ ജീവപര്യന്തത്തിന് വേണ്ടി, മറ്റു കുറ്റത്തിന് വേണ്ടി 5 വർഷത്തിന് വേണ്ടി 6 വർഷത്തിലേക്ക് ജയിലിലേക്ക് അയക്കുന്നു. 6 വർഷത്തിന് ശേഷം ജയിലിലേക്ക് അയച്ച കുറ്റവാളിയെ അയാളുടെ ആവശ്യപ്രകാരം പരോൾ വ്യവസ്ഥയ്ക്ക് വേണ്ടി പുറത്തേക്ക് ഇറക്കുന്നു. ഇത്രയും അനീതി നടമാടുന്ന കാലഘട്ടത്തിലാണ് ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ വായിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, വകതബ്നാ അലൈഹിം ഫീഹാ അന്ന നഫ്സ ബിന്നഫ്സ് വൽ ഐന ബിൽ ഐൻ വൽ അൻഫ ബിൽ അൻഫ് വസ്സിന്ന ബിസ്സിൻ വൽ ജുറൂഹ ഖിസാസ്. കൊന്നവനെ തിരിച്ചു കൊല്ലണം, പല്ല് വെട്ടിയവന്റെ പല്ല് വെട്ടണം, കണ്ണ് ചൂഴ്ന്നെടുത്തവന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കണം, കൈ വെട്ടിയവന്റെ കൈ വിട്ടണം. വലക്കും ഫിൽ ഖിസാസി ഹയാതു യാ ഉലുൽ അൽബാബ്. ബുദ്ധിയുള്ള ആളുകളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇത്തരം ശിക്ഷാ നിയമങ്ങളെ അതിശക്തമായി നിങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രമാണ് വലക്കും ഫിൽ ഖിസാസി ഹയാ, നിങ്ങൾക്കതിൽ ജീവിതമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. വലക്കും ഫിൽ ഖിസാസി ഹയാ, നിങ്ങൾക്കത് ജീവിതമുണ്ട്. അതായത് നിങ്ങളുടെ നാട്ടിൽ സമാധാനത്തോടുകൂടി സുരക്ഷിതത്വത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള രീതികളെ, കുറ്റം ആരാണോ ചെയ്തത് അവർക്കെതിരെ തക്കതായിട്ടുള്ള ശിക്ഷകൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ കേസുമായി
കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, 200 ചില്ലാനോളം സാക്ഷികളുണ്ട്. ആ 200 ചില്ലാനം വരുന്ന സാക്ഷികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചനക്ക് ആദ്യം മൊഴി നൽകിയ 28 സാക്ഷികൾ തങ്ങളുടെ മൊഴി മാറ്റി പറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ഇതിലെ വ്യവസ്ഥയൊന്ന് ചിന്തിക്കണം. സാധാരണ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കണം. എന്താണ് മൊഴി മാറ്റി പറയുക എന്ന് പറഞ്ഞാൽ? പോലീസുകാരൻ വന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് ആദ്യം സാക്ഷി ഒരു വാദം പറയും. അത് പറയുന്ന സത്യസന്ധമായിട്ട് പറയുന്നതായിരിക്കും. ആദ്യം ഞാൻ ഇന്നത് കണ്ടു എന്ന് പറയും, അല്ലെ ഇന്നത് കണ്ടില്ല എന്ന് പറയും. അതിനുശേഷം കേസ് കോടതിയിലെത്തും. കോടതിയിൽ എത്തുന്നതിന് മുമ്പായി തന്നെ ഇയാൾ ഇങ്ങനെ ഒരു സാക്ഷി പറഞ്ഞിട്ടുണ്ട് എന്ന് കുറ്റാരോപിതന് അറിയും, അല്ലെങ്കിൽ കുറ്റക്കാരൻ അറിയും. ആ കുറ്റക്കാരൻ ഈ സാക്ഷിയുടെ അടുക്കൽ പോയിട്ട് പണം ഓഫർ ചെയ്യും, മറ്റ് വാഗ്ദാനങ്ങൾ നൽകും. അങ്ങനെ മൊഴി തനിക്ക് അനുകൂലമാക്കും. അങ്ങനെ 28ഓളം സാക്ഷികളാണ് ഓൾറെഡി പറഞ്ഞ മൊഴി മാറ്റി പറഞ്ഞത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത, ഇന്നത്തെ കാലത്തെ സിസ്റ്റത്തിൽ ഒരാൾ മൊഴി നൽകുന്ന സമയത്ത് അത് രേഖപ്പെടുത്തുക മാത്രമാണ്, എഴുതി വെക്കുക മാത്രമാണ് ചെയ്യുക. ഇങ്ങനെ ആദ്യമായി മൊഴി നൽകുന്ന സമയത്ത് തന്നെ അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഒരാൾ ഒരു തവണ ഒരു മൊഴി നൽകുക, അത് മാറ്റി പറയുക എന്നുള്ളത്? അയാൾ കള്ളനല്ലേ? ആ കള്ളനെ എങ്ങനെയാണ് കോടതിയിൽ സാക്ഷിയായിട്ട് നമ്മൾ വിസ്തരിക്കുക? ആ കോടതിയിൽ എങ്ങനെയാണ് സാക്ഷി വിസ്താരത്തിന് വേണ്ടി അവരെ എഴുന്നേറ്റ് നിൽക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബാക്കളോടൊപ്പം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നബി തങ്ങൾ ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബി അക്ബറിൽ കബായിർ, വൻപാപം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബാക്കൾ പറഞ്ഞു, വലാ യാ റസൂലുള്ളാഹ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ് വ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കൽ വൻപാപമാണ്, അള്ളാഹുവോട് പങ്കു ചേർക്കൽ വൻപാപമാണ്. ഈ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിയിരിക്കുകയായിരുന്നു. ചാരിയിരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ മുമ്പിലേക്ക് മുന്നോട്ടിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി പറഞ്ഞു, അലാ വഖൗലസ്സൂർ, വൻപാപത്തിൽപ്പെട്ടത് കള്ളസാക്ഷി പറയൽ വൻപാപത്തിൽപ്പെട്ടതാണ്. കള്ളസാക്ഷി പറയൽ വൻപാപത്തിൽപ്പെട്ടതാണ്. നബി തങ്ങൾ ആ ഹദീസിൽ അലാ വഖൗലസ്സൂർ, അലാ വഖൗലസ്സൂർ, അലാ വഖൗലസ്സൂർ, അലാ വഖൗലസ്സൂർ, കള്ളസാക്ഷി പറയൽ വൻപാപമാണ്, കള്ളസാക്ഷി പറയൽ വൻപാപമാണ്, ആവർത്തിച്ച് പറയുന്നു. ഈ ഹദീസിന് പറഞ്ഞ നുഅ്മാൻ ഇബ്നു ബഷീർ എന്ന് പറയുന്ന സഹാബി പറയുന്നുണ്ട്, ഫമാ സാല യുകദ്ദിറുഹാ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹത്താ ഖുൽനാ ലൈതഹു സകത, യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് മനസ്സിലായി, അങ്ങ് മിണ്ടാതിരിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ പറഞ്ഞു പോകുന്ന രീതിയിൽ കള്ളസാക്ഷി പറയൽ വൻപാപമാണ് ആവർത്തിച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്താണ് ഇന്ന് നമ്മുടെ കോടതിയുടെ വരാന്തകളിൽ വക്കീലന്മാരും ജഡ്ജിമാരെയും ഗുമസ്തന്മാരെയും കാണുന്നത് പോലെ വേറെ കുറെ ആൾക്കാരെ നമുക്ക് കിട്ടും. 10,000-10,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടു, ഞാൻ കണ്ടിട്ടില്ല എന്ന് സാക്ഷി പറയാൻ സാധിക്കുന്ന കള്ളസാക്ഷിമാരെ അവൈലബിൾ ആയ ഒരു കോടതി സംവിധാനങ്ങളുടെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നീതിയെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സമൂഹത്തിൽ നീതി നടപ്പിലാവേണ്ടത് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടത്. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല. എല്ലാ വെള്ളിയാഴ്ചയുടെയും ജുമാ ഖുതുബ അവസാനിക്കുന്ന സമയത്ത് ഖതീബ് പറഞ്ഞു നിർത്തുന്ന ഒരു ഖുർആൻ ആയത്തുണ്ട്. അത് അവസാനത്തിൽ പറഞ്ഞു നിർത്തുന്നതായതുകൊണ്ട് അതിന്റെ അർത്ഥമോ ആശയമോ പറയാൻ നമുക്ക് സമയം കിട്ടാറില്ല. ആ ആയത്ത് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇൽ ഖുർബാ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅദുകും ലഅല്ലകും തദക്കറൂൻ. അല്ലാഹു നിങ്ങളുടെ ഖുതുബയിൽ ഒരുപാട് കാര്യം നിങ്ങൾ കേട്ടു, ഖുതുബയിൽ ഒരുപാട് കാര്യം ഞാൻ പറഞ്ഞു. എന്നാൽ ഏറ്റവും ഒടുക്കം പറയാനുള്ളത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, നീതി നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ നിയമ സംവിധാനത്തിൽ ഉണ്ടാവണം, നിങ്ങളുടെ ജുഡീഷ്യൽ വ്യവസ്ഥയിൽ ഉണ്ടാവണം, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവണം, നിങ്ങളുടെ കച്ചവട ഇടങ്ങളിൽ ഉണ്ടാവണം, നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ ഉണ്ടാവണം. എല്ലാ ഇടങ്ങളിലും അദ്ല്, നീതി നടപ്പിലാക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ നീതി നടപ്പിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു നബിമാരെ അയച്ചത്. കേവലമായിട്ട് വേദഗ്രന്ഥങ്ങളുമായിട്ട് മാത്രമല്ല നബിമാര് വന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദ് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ഹദീദ് എന്ന പദത്തിന്റെ അർത്ഥം ഇരുമ്പ് എന്നാണ്. ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വ അൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത് വ അൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദുൻ വ മനാഫിഉ ലിന്നാസ്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്, ഭൂമി ലോകത്തേക്ക് ഒരുപാട് നബിമാരെ ഞാൻ അയച്ചു. വഅൻസൽനാ മഅഹുൽ കിതാബ്, അവർക്കൊക്കെയും അധികവും വേദഗ്രന്ഥത്തിനോടൊപ്പമാണ് ഞാൻ അയച്ചത്. അതോടൊപ്പം വഅൻസൽനാ മഅഹുൽ കിതാബ് വൽ മീസാന ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, വേദമോദി തരാൻ വേണ്ടി മാത്രമല്ല നബിമാര് വന്നത്, വേദമോദാൻ വേണ്ടി മാത്രമുള്ളവരല്ല മുസ്ലിമീങ്ങൾ, മറിച്ച് വഅൻസൽനാ മഅഹുൽ കിതാബ് വൽ മീസാന ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾക്കിടയിൽ നീതി നടപ്പിലാക്കുന്ന
തുലാസുമായിട്ടാണ് ഓരോ നബിമാരെയും അയച്ചത്. അപ്പൊ സമൂഹത്തിൽ നീതി നടപ്പിലാക്കുക, ആക്രമിക്കപ്പെടുന്നവന് അക്രമത്തിൽ നിന്ന് നീതി ലഭിക്കുക, ആ നീതി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ആ ആയത്തിലാണ്, ആ സൂറത്തിന്റെ പേരിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത് വഅൻസൽനൽ ഹദീദ്. ഞാൻ നിങ്ങൾക്ക് ഇരുമ്പിനെയും ഇറക്കി തന്നു. ആ ഇരുമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മുഫസ്സിരീങ്ങൾ പറയുന്നത് ശിക്ഷാ നടപടിക്രമങ്ങളാണ്. ആ ശിക്ഷാ നടപടിക്രമങ്ങളെ അതിന്റെ ശരിയായ അളവിൽ തന്നെ നടപ്പിലാക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അള്ളാഹു പറഞ്ഞു തന്ന അത്തരം നീതി നടപ്പിലാക്കാത്ത ആളുകളെ കുറിച്ച് സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറയുന്നത് വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അള്ളാഹു പറഞ്ഞു തന്ന നീതി അധിഷ്ഠിതമായ ജുഡീഷ്യൽ വ്യവസ്ഥ ഫോളോ ചെയ്യുന്ന ആളുകൾ അവർ കാഫിര്യങ്ങളാണ്. തുടർന്ന് അല്ലാഹു ആയത്തിൽ പറയുന്നു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തമ്മാടികൾ. ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവരാണ് ഏറ്റവും അക്രമകാരികൾ. സൂറത്തുൽ മാഇദയിലെ 44, 45, 47 ആയത്തിൽ ആവർത്തിച്ചുകൊണ്ട് നീതിയിൽ അധിഷ്ഠിതമായ ജുഡീഷ്യറി വ്യവസ്ഥ നിങ്ങളുടെ നാട്ടിൽ നടപ്പിലാക്കണം എന്ന് അല്ലാഹു ആവർത്തിച്ച് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേറ്റവും മഹിതമായ മാതൃകയായിരുന്നു. അന്ന് നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രബലമായ ഗോത്രമായിരുന്നു ബനൂ മഖ്സൂം ഗോത്ര. അബൂജഹലിന്റെ ഗോത്രമാണ്. ആ ബനൂ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ കൈവെട്ടണം, മോഷ്ടിച്ചവന്റെ കൈവെട്ടണം എന്നാണ് ഇസ്ലാമിക നിയമം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിധി പ്രഖ്യാപിച്ചു. പക്ഷേ ബനൂ മഖ്സൂമിലെ ഒരു സ്ത്രീയുടെ കൈവെട്ടുക, അതും മോഷണത്തിന്റെ പേരിൽ കൈവെട്ടുക, അത് നാട്ടിലൊക്കെ അറിഞ്ഞ നാണക്കേടാവൂലേ എന്ന് സഹാബാക്കൾക്കൊക്കെ തോന്നി. നബി തങ്ങളുടെ അടുക്കൽ വന്ന് ശുപാർശ ചെയ്യണം എന്ന് അവർ അഭിപ്രായപ്പെട്ടു. പക്ഷെ നബി തങ്ങളോട് പറയാൻ ധൈര്യമില്ല. അവർ നബി തങ്ങളുടെ വളർത്തുകുട്ടിയായ സെയ്ദ് ഇബ്നു ഹാരിസയുടെ മോനായ ഉസാമത്ത് ഇബ്നു സെയ്ദിന്റെ അടുക്കൽ പോയി. ഉസാമത്ത് ഇബ്നു സെയ്ദ് നബിതങ്ങളുടെ വളർത്തുകുട്ടിയുടെ കുട്ടിയാണ്. നബിതങ്ങളുടെ ഹിബ്ബ് റസൂലില്ല, നബിതങ്ങളുടെ പ്രണയഭാചനം എന്നാണ് ആ കുട്ടി വിളിക്കപ്പെട്ടിരുന്നത്. അത്രത്തോളം നബിതങ്ങളോട് ബന്ധമുള്ള ഉസാമത്ത് ഇബ്നു സെയ്ദിനെ നബിതങ്ങളുടെ അടുക്കലേക്ക് അവർ പറഞ്ഞയച്ചു. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ അടുക്കൽ പോയി ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ആ ബനൂ മഖ്സൂം ഫാമിലിയിലെ ആ സ്ത്രീയുടെ കുറ്റത്തിന്റെ വിഷയത്തിൽ, വിധിയുടെ വിഷയത്തിൽ എന്തെങ്കിലും ഇളവ് നൽകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. പ്രവാചകന്റെ മുഖം വിവർണമായി, പ്രവാചകൻ കലുഷിതനായി, പ്രവാചകന്റെ കണ്ണ് ചുവന്നു തുടുത്തു. പ്രവാചകൻ സെയ്ദിനോട് ചോദിച്ചു, ഉസാമയോട് ചോദിച്ചു, യാ ഉസാമ അതശ്ഫൗ ഫി ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അല്ലാഹു നടപ്പിലാക്കാൻ പറഞ്ഞ ഒരു നിയമത്തിൽ ഇളവ് വരുത്താൻ വേണ്ടിയാണോ നീ എന്നോട് ശുപാർശ ചെയ്യുന്നത്? അന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നില്ല. സഹാബാക്കൾ പള്ളിയിലുണ്ടായിരുന്നു. പ്രവാചകൻ പള്ളിയിലേക്ക് ഓടിപ്പോയി മിമ്പറിൽ കയറി സഹാബാക്കളെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജനതകൾ നശിച്ചു പോയത് അവരിലെ ഉന്നതരും കുലീനരും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ വിടുമായിരുന്നു. അവരിലെ സാധുക്കളും നിലാരംബരും അരികുവൽക്കരിക്കപ്പെട്ടവരും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. ആ ഒരു അവസ്ഥ എന്റെ ഉമ്മത്തിൽ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, വലൗ അന്ന ഫാത്തിമത ബിൻത് മുഹമ്മദിൻ സരിഖത് ലഖതഅതു യദഹ, എന്റെ മകളായ ഫാത്തിമയാണ് കട്ടതെങ്കിൽ പോലും അവളുടെ കൈ ഞാൻ വെട്ടും എന്ന് പറഞ്ഞിടത്താണ് ഒരു മുസ്ലിം ഉമ്മത്ത്, മുഹമ്മദിയ ഉമ്മത്ത് നാട്ടിൽ നീതി നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് എത്രത്തോളം ആവശ്യം, നമുക്ക് എത്രത്തോളം ആവേശം, നമ്മൾ എത്രത്തോളം ശ്രദ്ധ ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ, ആ പ്രവാചകന്റെ സവിധത്തിൽ പഠിച്ചവരായിരുന്നു മഹാന്മാരായ സഹാബത്തുൽ കിറാം. അതിൽ തന്നെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നീതിയെ പറ്റി പലപ്പോഴും നമ്മൾ സംസാരിക്കാറുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ മദീനയുടെ പള്ളിയിൽ ഒരു കോപ്റ്റിക്കാരനായിട്ടുള്ള ക്രിസ്ത്യാനി വന്നു. കോപ്റ്റിക് ക്രിസ്ത്യാനി, അദ്ദേഹം ഈജിപ്തുകാരനാണ്. ഈജിപ്തിൽ നിന്ന് കിലോമീറ്ററുകളോളം ദൂരം യാത്ര ചെയ്തുകൊണ്ട് ഒരു യുവാവ് വന്നിരിക്കുന്നു. ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം വന്നു, അമീർ മുഅ്മിനീൻ, ഞാൻ നീതി തേടിയാണ് നിങ്ങളുടെ അടുക്കൽ വന്നത്. ഉമർ ചോദിച്ചു, എന്താ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈജിപ്തുകാരനാണ്, കോപ്റ്റിക് വംശജനാണ്. ഞങ്ങൾ ഈജിപ്തിൽ വെച്ച് ഒരു കുതിര പന്തയം മത്സരം നടത്തുകയായിരുന്നു. ആ പന്തയത്തിൽ ഞങ്ങളുടെ ഗവർണറായ അംർ ഇബ്നു ആസിന്റെ മകനായ മുഹമ്മദ് അംർ ഇബ്നു ആസും ഉണ്ടായിരുന്നു. ആ പന്തയത്തിൽ ഞാൻ വിജയിച്ചു. ഞാൻ സന്തോഷിച്ചു. ഞാൻ സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ പരാജയപ്പെട്ട മുഹമ്മദ് അംർ ഇബ്നു ആസ് എന്ന് പറയുന്ന ഗവർണറിന്റെ മകൻ ചാട്ടവാർ ഉപയോഗിച്ചുകൊണ്ട് എന്നെ അടിച്ചു. ഞാൻ ഗവർണറായ അംർ ഇബ്നു ആസിനോട് പരാതിപ്പെട്ടു. പക്ഷെ അദ്ദേഹം ആക്ഷൻ എടുത്തില്ല. നീതി ലഭിക്കാൻ വേണ്ടി ഈജിപ്തിൽ നിന്ന് മദീന വരെ ഞാനിതാ യാത്ര ചെയ്ത് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കോപ്റ്റിക് ക്രിസ്ത്യാനിയോട് മദീനയോട് താമസിക്കാൻ പറഞ്ഞു. കത്തയച്ചു.
അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് മദീനയിലേക്ക് വരാൻ പറഞ്ഞു, മകനെയും കൂട്ടി വരാൻ. ആരാണ് അംർ ഇബ്നു ആസ്? സഹാബാക്കളിൽ വലിയ പ്രധാനിയാണ്, ഫലസ്തീൻ കീഴടക്കിയ സർവ്വ സൈന്യാധിപനാണ്, ഈജിപ്ത് കീഴടക്കിയ സഹാബിയാണ്. അത്രയും വലിയ സഹാബിയെയും അദ്ദേഹത്തിന്റെ മകനെയും പള്ളിയിൽ വരുത്തി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മുഹമ്മദ് ബിൻ അംർ ഇബ്നു ആസ് കുറ്റം സമ്മതിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുണ്ടായിരുന്ന വടി ആ കോപ്റ്റിക് ക്രിസ്ത്യാനിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് മുഹമ്മദ് ബിൻ അംർ ആസിനെ അടിക്കാൻ പറഞ്ഞു. നിനക്ക് മതിയാവോളം അടിക്കാൻ പറഞ്ഞു. അദ്ദേഹം മതി വരുവോളം അടിച്ചു. അടിച്ചതിന് ശേഷം അംർ ബിൻ ആസിനോട് വരാൻ പറഞ്ഞു. അംർ ബിൻ ആസ് വലിയ സഹാബിയാണ്. അംർ ബിൻ ആസിനെയും അടിക്കാൻ പറഞ്ഞു. സഹാബാക്കൾ അത്ഭുതപ്പെട്ടു. യാ റസൂലുള്ളാഹ്, മുഹമ്മദ് ബിൻ അംർ ബിൻ ആസ് എന്ന് പറയുന്ന അംർ ബിൻ ആസിന്റെ മകനല്ലേ ആ കോപ്റ്റിക് ക്രിസ്ത്യാനിയെ അടിച്ചത്? അതിനെന്തിനാണ് പിതാവായ ഗവർണറായ ഇത്രയും വലിയ സഹാബിയെയും അടിക്കാൻ താങ്കൾ ആവശ്യപ്പെടുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പാന്റെ ബലത്തിന്റെ പേരിലാണ് ആ മുഹമ്മദ് ഈ ക്രൂരത കാണിച്ചത്. എന്റെ ഉപ്പ ഗവർണറായതിന്റെ പേരിലാണ് ഈ ക്രിസ്ത്യാനിയായ കോപ്റ്റിക് വംശത്തിനെ അടിക്കാൻ ഈ മുഹമ്മദ് ധൈര്യം കാണിച്ചത്. അതിൽ ഉപ്പയും കുറ്റക്കാരനാണ്. അംറിനെയും അടിക്കാൻ പറഞ്ഞു. ആ കോപ്റ്റിക് ക്രിസ്ത്യാനി പറഞ്ഞു, എനിക്ക് മതിയായി യാ ഖലീഫ, എനിക്ക് നീതി ലഭിച്ചു എന്ന് കേട്ടതിന് ശേഷം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മത്താ ഇസ്തബഅതുമുൻ നാസ് വഖദ് വലദത്ഹും ഉമ്മഹതുഹും അഹ്റാറ. എന്ന് മുതലാണ് അംറെ നീ ജനങ്ങളെ അടിമകളാക്കി തുടങ്ങിയത്? അവരുടെ മാതാക്കൾ അവരെ സ്വതന്ത്രരായിട്ടല്ലേ ജനിപ്പിച്ചത്? ഈ വാക്ക് ചരിത്രത്തിൽ ആദ്യമായി പറഞ്ഞത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ റൂസോന്റെ വചനമായിട്ട് ലോകത്ത് സാഹോദര്യവും സമത്വവും നീതിയൊക്കെ പുലർന്നത് ഫ്രഞ്ച് വിപ്ലവാനന്തരം എന്നാണ് നമ്മുടെ സ്കൂൾ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. അതിൽ റൂസോയുടെ വചനമായിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ജനങ്ങൾ സ്വതന്ത്രരായി ജനിക്കുന്നു, പക്ഷേ അവരുടെ കൈകളിലെല്ലാം ചങ്ങലകളാണ് എന്ന്. ലോകത്ത് ആദ്യമായി റൂസാണെന്ന് പറഞ്ഞു വെക്കുന്നത് എന്ന് നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. റൂസോ അല്ലാതെ ആദ്യമായി പറയുന്നത് മഹാനായ ഉമറാണ് പറഞ്ഞത്. അംറെ, എന്ന് മുതലാണ് നിങ്ങൾ ജനങ്ങളെ അടിമകളാക്കി തുടങ്ങിയത്? അവരെ സ്വതന്ത്രരായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്, ജനിപ്പിച്ചിരിക്കുന്നത്. നീതി പുലരുക എന്നുള്ളത് ഇസ്ലാമിന്റെ ലക്ഷ്യമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും മഹിതമായ മാതൃകയാണ്. ആ നീതി പുലരാൻ നമ്മളും ആവശ്യപ്പെടുന്നത് മുസ്ലിമീങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. നീതിന്യായ കോടതികളിൽ നിന്നുണ്ടാകുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ കരീമിൽ മഅബൂദ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു റഹീമുൽ മഹ്മൂദ് وأشهد أن نبينا محمد صلى الله عليه وسلم أشرف مولود صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا فيا أيها الناس اتقوا الله حق تقاته فقد قال الله تعالى في القرآن الكريم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الله تعالى يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുത്ബയിൽ കുറ്റവാളികളായുള്ള ആളുകൾ അവരുടെ പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും കരം ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ നീതിന്യായ കോടതികളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ദുരവസ്ഥയെക്കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. കഴിഞ്ഞ ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിരുന്നു. മനുഷ്യാവകാശങ്ങളെല്ലാം ലംഘിക്കപ്പെട്ട് ഇന്ത്യയുടെ കാരാഗ്രഹങ്ങളിൽ കഴിയുന്ന ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരുടെ പേരുകൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. 2009 18 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പരപ്പനങ്ങാടിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ 16 വർഷമായി അദ്ദേഹം ഇന്നും വിചാരണ തടവുകാരനായി ബാംഗ്ലൂരിലെ ജയിലിലെ കഴിയുകയാണ്. ജീവിച്ച വർഷങ്ങളിൽ 18 വർഷം മാത്രമാണ് ഭൂമിയിൽ സ്വതന്ത്രനായി ജീവിച്ചത്. ബാക്കി 16 വർഷമായിട്ട് കാരാഗ്രഹത്തിൽ ജീവിക്കുകയാണ്. താൻ ചെയ്ത കുറ്റമെന്താണെന്നറിയില്ല,
അതിന് തെളിവുകളില്ല. വിചാരണ തടവുകാരനായി UAPA ചുമത്തപ്പെട്ട് ജീവിക്കുന്ന ആ കുട്ടിയെയും പ്രതീക്ഷിച്ചുകൊണ്ട് പരപ്പനങ്ങാടിയുടെ വീട്ടിൽ ബിയുമ്മ എന്ന് പറയുന്ന ആ സക്കരിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഉമ്മ കാത്തു നിൽക്കുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ മകനെ ഒരു നോക്കിനി കാണാൻ പറ്റുമോ എന്ന ബിയുമ്മ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ ഉമ്മാന്റെ കണ്ണ് കാണാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ മകൻ നിരപരാധിയായി ഇന്ത്യയുടെ കോടതികൾ വെറുതെ വിട്ടാലും ആ ഉമ്മയെ ജീവനോടൊന്ന് കാണുവാൻ, ഉമ്മയോടൊപ്പം ആ സക്കരിയക്കൊന്ന് ജീവിക്കാൻ സാധിക്കുമോ എന്ന് നമുക്കറിയില്ല. ആ ഒരു നിരപരാധികളുടെ കണ്ണീർ കൂടി നമ്മൾ ഓർക്കേണ്ട ഒരു നീതിന്യായ വ്യവസ്ഥ നടപ്പിലായി പോകുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിൽ UAPA എന്നുള്ള നിയമമുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ലോ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടി 1967 നടപ്പിലാക്കപ്പെട്ട നിലവിൽ വന്നൊരു നിയമം. ആ നിയമം ഇന്ത്യയുടെ ഫാസിസ്റ്റ് ഭരണകൂടം ആയിരുന്നില്ല നടപ്പിലാക്കിയത്, ഇന്ത്യയിലെ UPA ഭരണകൂടങ്ങളായിരുന്നു. അതിൽ ഓരോ സന്ദർഭങ്ങളിലും ഭേദഗതി വരുത്തിയതും ഇതേ UPA സർക്കാരുകളായിരുന്നു. ആ നിയമത്തിന്റെ പേരിൽ, ആ കിരാത നിയമത്തിന്റെ പേരിൽ വിചാരണ തടവുകാരനായിട്ട് 100 കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട്. വളരെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ വാറന്റ് ഒന്നും തന്നെ കൂടാതെ ഏത് ചെറുപ്പക്കാരനെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ പോലീസുകാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് അമിത അധികാരം നൽകുന്നതാണ് ആ നിയമം. രണ്ടാമതായിട്ട് ഇന്ത്യയിലെ പീനൽ കോഡ് നിയമം അനുസരിച്ച് ഒരാളെ കുറ്റാരോപിതനായി പറഞ്ഞാൽ അയാൾ കുറ്റവാളിയാണ് എന്ന് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്തം പ്രോസിക്യൂഷനാണ്, സ്റ്റേറ്റിനാണ്, പോലീസിനാണ്. പക്ഷേ UAPA ചുമത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരപരാധിയായി ജയിലിൽ കഴിയുന്ന ആ യുവാവാണ് ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം എത്ര വിവരക്കാണാണ്. രണ്ടാമത്തെ വസ്തുത, ഇന്ത്യയിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്ത് വാറണ്ടിൽ വെക്കുന്നതിന് കൃത്യമായ പരിധിയുണ്ട്. എന്നാൽ എത്ര വർഷം വേണമെങ്കിലും വിചാരണ തടവുകാരനായിക്കൊണ്ട് ഒരു യുവാവിനെ ജയിലിലടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് UAPA ആക്ടുകളുടെ ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഏറ്റവും വലിയ അറിയപ്പെട്ട കോളേജുകളിൽ നിന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഹാനി ബാബു എന്ന് പറയുന്ന പ്രൊഫസർ 5 വർഷക്കാലം ചെയ്യാത്ത കുറ്റത്തിന് UAPA ചുമത്തപ്പെട്ട് അദ്ദേഹം ജയിലിൽ കിടന്നു. 5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പുറത്തു വന്നു. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് 5 വർഷങ്ങളാണെങ്കിൽ 10ഉം 15ഉം 20ഉം 25 വർഷമായിട്ടും തങ്ങളുടെ യൗവനവും ജീവിതവും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ ജയിലുകളിൽ കഴിയുന്ന, UAPA നിയമങ്ങളിലെ പേരിൽ ജയിലിൽ അന്യായമായി നിരപരാധിയായി കഴിയുന്ന ഒരുപാട് ചെറുപ്പക്കാരനുണ്ട്. എവിടെ നിന്നായിരുന്നു ഇന്ത്യൻ ഭരണകൂടത്തിന് ഇങ്ങനെ ഒരു നിയമം കിട്ടിയത്? 1919 ഇന്ത്യ മഹാരാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ റവല്യൂഷൻ, വിപ്ലവത്തിന്റെ ഭാഗമായി എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലടക്കാൻ വേണ്ടി ബ്രിട്ടീഷ് കോടതികളെ ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആദ്യമായിട്ട് റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നത്. അതായത് കുറ്റം തെളിയിക്കാതെ തന്നെ കുറ്റാരോപിതനായി ഒരാളെ പിടിച്ച് ജയിലിൽ എത്ര വർഷക്കാലം തന്നെ ജയിലിൽ അടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ആദ്യമായി ഉണ്ടാക്കിയെടുത്ത നിയമം. ആ നിയമത്തിനെതിരെ ഗാന്ധിജി റൗലറ്റ് സത്യാഗ്രഹം നടത്തി. അതിനെ തുടർന്നായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്കം നടന്നത്. അത്രയും വലിയ കിരാത ചരിത്രമുള്ളൊരു നിയമമാണ് ഇന്നും ഇന്ത്യയുടെ നീതിന്യായ കോടതികളും ഇന്ത്യയുടെ ഭരണകൂടങ്ങളും നിരപരാധികളെ ജയിലിൽ അടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ അറിയുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് നിരപരാധികൾ ഒരുപാട് ജയിലിൽ കിടക്കുന്നു എന്നും കുറ്റവാളികൾ അവരുടെ പണത്തിന്റെയും അധികാരത്തിന്റെയും ഹുങ്കുപയോഗിച്ചുകൊണ്ട് സുഗമമായി ഇറങ്ങി വരുന്നു എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثرانا وثراهم وجعل الجنة مأوانا ومأواهم. اللهم اغفر للمؤمنين والمؤمنات والمسلمين.